ഹലോ, നമസ്കാരം. പിന്നെ 21-ാം തീയതി ദൃശ്യം കണ്ടു. ദൃശ്യം കണ്ട് ഇറങ്ങി യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിത്തു ജോസഫ് കഴിവുള്ള സംവിധായകനാണ്. അതുപോലെ യൂണിവേഴ്സൽ സ്റ്റാറാണ് നമ്മുടെ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് പിറന്നാൾ ആശംസകൾ പറയണു. അതുപോലെ തന്നെ ഈ പെയ്ഡ് പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ഉള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് എല്ലാവരും തിയേറ്ററിലേക്ക് പോവുക. മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ മോഹൻലാലിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ജിത്തു ആയാലും. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും തിയേറ്ററിലേക്ക് എല്ലാവരും പോവുക. ദൃശ്യം 1 ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് നടന്മാരെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അത് ഗംഭീര വിജയമായിരുന്നു. 2 അതിനെക്കാട്ടിലും ഒരു പിടി മുന്നിലായിരുന്നു, അതും ഗംഭീരമായിരുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഒരു സംഭവമല്ല, നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി, അതായത് ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോവിലാണ് പോണത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരു 10-20 മിനിറ്റ് മാത്രമാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്. അതുവരെ ഇങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പോലീസ്, പഴയ മാതിരി തന്നെ, അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതേ മേഖല തന്നെ. ആകെ കൂടിയൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അവർ വരുത്തിയിട്ടുള്ളത്. മോശം സിനിമ എന്നല്ല പറയണത്. ദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ സിനിമയാണ്, സാധാരണ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമയല്ല. അപ്പം അത് എല്ലാ ഭാഷയിലും റീമേക്ക് ചെയ്ത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണത്. അപ്പം മലയാളികളെ വിട്, പുറത്തുള്ള ആൾക്കാരെ ഇത് നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. അവർ കാണുമ്പോൾ ഇതെന്താ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, സാധാരണ ഒരു സിനിമ, തിങ്ക് ചെയ്യാൻ പോലും ഇല്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അതുമുതലേ മോഹൻലാലിൻ്റെ ഒരു വലിയൊരു ഫാൻ ആയതുകൊണ്ടും ഇപ്പോഴും ഫാൻ തന്നെയാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉയിർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും അഭിനയത്തിലൊക്കെ അവർ മുന്നിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ ആണോ അതോ എവിടെയോ എന്തോ, അതായത് ഒരു സ്ലോലി അല്ലെങ്കിൽ ഇഴഞ്ഞ് നീങ്ങുന്നു. അതഞ്ഞിപ്പോൾ ഈ 3-ാം ഭാഗത്തിൽ ഇങ്ങനെയാണോ ഡയറക്ടർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ജനങ്ങൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1ഉം 2ഉം അതിനേക്കാട്ടിലും വളരെ ഒരു നിലവാരം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ക്രൂ അതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനേക്കാളുപരി ഒരു എന്താ പറയുക, യൂണിവേഴ്സൽ സ്റ്റാറാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ആ യൂണിവേഴ്സിന് ഈ ട്രീറ്റ് അത്ര അങ്ങോട്ട് പോരാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണത്. അപ്പോൾ പെയ്ഡിൻ്റെ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് വെച്ചിട്ട് തിയേറ്ററിലേക്ക് ഓടിക്കയറാൻ നിൽക്കണ്ട. ഒരു സാധാരണ സിനിമ ആ ഒരു രീതിയിൽ നിങ്ങൾ പോയിട്ട് സിനിമ ഉണ്ടാകാൻ മതി. അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. അതായത് ഇവരുടെ പെയ്ഡുകാരുടെ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാരുടെ വാക്കും കേട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവരും നിങ്ങൾ കുറ്റം പറയും, എന്ത് സിനിമയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങളൊരു ഇട വരുത്തരുത്. നിങ്ങൾ സാധാരണ ഒരു സിനിമ കാണാൻ പോയിക്കോളൂ, നല്ലൊരു സിനിമ കണ്ടിട്ട് പോരാം. അതായത് മോഹൻലാലിൻ്റെ ആ ദൃശ്യം 1, 2 ആ ഒരു ഗണത്തിലേക്ക് പെടുത്താനായിട്ട് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കൂ.
ഒരിക്കൽ കൂടി ലാലേട്ടാ പെരുന്നാൾ ആശംസകൾ.